സംസ്ഥാനത്ത് കാരുണ്യ സുരക്ഷാ പദ്ധതി അവതാളത്തിൽ. ഇനിയും സർക്കാർ കുടിശ്ശിക തുക ലഭ്യമാക്കിയില്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായും നിലയ്ക്കും. 1128 കോടിയിലധികം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, സർക്കാരിന്റെ അലംഭവം കാരുണ്യ സുരക്ഷാ പദ്ധതിയെ തകർച്ചയിലെത്തിക്കുന്ന സാഹചര്യം അന്വേഷിച്ചപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായത്? ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി, കാരുണ്യ സുരക്ഷാ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും അത് നിലയ്ക്കുകയാണ്. 1128 കോടിയിലധികം രൂപയാണ് ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ കുടിശ്ശിക. 2 ലക്ഷത്തിലധികം BPL കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നത്. അതായത് ഭീമമായിട്ടുള്ള ചികിത്സാ തുകയിൽ നിന്നും ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് കാരുണ്യ സുരക്ഷാ പദ്ധതി. പ്രതിവർഷം 5 ലക്ഷം രൂപ ഈ BPL കുടുംബങ്ങൾക്ക് ലഭിക്കുമെന്നതായിരുന്നു കാരുണ്യ പദ്ധതി ലക്ഷ്യം വെച്ചൊരു കാര്യം. ഇത് സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകിയിരുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതി ആനുകൂല്യം ആർക്കും നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവർക്ക് ആ ഒരു ആനുകൂല്യം ഇല്ലാതെ അവർ മടങ്ങേണ്ട സാഹചര്യം, സർജറികൾ ഉൾപ്പെടെ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. എംപാനൽ ചെയ്ത എല്ലാ ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം 1128 കോടിയിലധികം രൂപ എന്ന് പറയുന്നത് ഒരു ഭീമമായ തുകയാണ്. അതെപ്പോൾ നൽകാൻ കഴിയുമെന്ന് പറയാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല. ഈ സാധാരണക്കാർ ഈ നിരവധി പരാതികളുമായി രംഗത്തെത്തുമ്പോൾ അതിന്റെ കാരണം പോലും വിശദീകരിക്കാൻ സർക്കാരിനാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെയാണ്, കേന്ദ്രത്തെ ഇടയ്ക്ക് കുറ്റം പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. ലക്ഷ്മി, കാരുണ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും ഉണ്ട്. ഇതിൽ എല്ലാ പ്രാവശ്യവും ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൃത്യമായി തന്നെ കാരുണ്യ സുരക്ഷാ പദ്ധതിക്കായി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തുക വകമാറ്റി ചിലവഴിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഒരു തുക പോലും ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മെഡിസിപ്പ് പദ്ധതി ആയാലും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ എല്ലായിടങ്ങളിലും കുടിശ്ശിക വരുത്തുന്നു. പക്ഷേ കാരുണ്യ പദ്ധതിക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ കൃത്യമായി കേന്ദ്ര വിഹിതം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിഹിതം ആണ് വകമാറ്റി ചിലവഴിക്കുന്നത്. കോടികളാണ് സർക്കാരിന് ഇത്തരം കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. ഈ ഉള്ള കടം തീർക്കാൻ തന്നെ വീണ്ടും സംസ്ഥാന സർക്കാർ കടമെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. എംപാനൽ ചെയ്ത എല്ലാ ആശുപത്രികളും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെ സംസ്ഥാനത്ത് സൃഷ്ടിക്കും. കാരണം ഇത്രത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ ഈ എന്ത് ചികിത്സയാണെങ്കിലും, സർജറി ആണെങ്കിലും, മറ്റു ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളാണെങ്കിലും ഈ ചികിത്സയ്ക്കൊക്കെ തന്നെ പ്രതിവർഷം 5 ലക്ഷം രൂപ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാകുന്ന പദ്ധതിയാണ്. അതും 42 ലക്ഷം BPL കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. ആ പദ്ധതിയാണ് ഈ സർക്കാരിന്റെ ഒരു അലംഭാവം കാരണം ഇത്തരത്തിൽ പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരു വശത്ത് മുടങ്ങുന്ന സാഹചര്യത്തിലാണ് മറുവശത്ത് സംസ്ഥാന സർക്കാർ യഥേഷ്ടം ദൂർത്ത് തുടരുന്നത്. വിദേശയാത്രകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു. കേരളീയം, നവകേരള സദസ് ഉൾപ്പെടെ യാതൊരു തരത്തിൽ പ്രയോജനവുമില്ലാത്ത പദ്ധതികൾക്ക് വേണ്ടി കോടികൾ ചിലവഴിക്കുന്നു. യഥേഷ്ടം ദൂർത്ത് തുടർന്നു പോകുന്നു. മറ്റൊരു സ്ഥലത്ത് മെഡിസിപ്പ്, കാരുണ്യ പദ്ധതി, KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, ക്ഷേമ പെൻഷൻ നൽകാനില്ല. ഇത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംസ്ഥാനത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല ആശുപത്രികളുടെ സ്ഥിതി തന്നെ വളരെ മോശ അവസ്ഥയിലാണ് തുടരുന്നത്. ഈ മഴക്കാലം ഇപ്പോൾ ഒരു വേനൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടെടുക്കേണ്ട നടപടികളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ ില്ല. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇരട്ടി ആഘാതം എന്നോണം ഈ എംപാനൽ ചെയ്ത എല്ലാ ആശുപത്രികളും പൂർണ്ണമായും ഇതിൽ നിന്നും പിന്മാറുകയാണ്. രശ്മി, അതാണ് അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിലെ പദ്ധതിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞോ? കാരണം ഈ സേവനം ലഭ്യമല്ല എന്നാണോ ഈ ചെല്ലുന്ന രോഗികളോട്, ഇത് അന്വേഷിച്ച് ചെല്ലുന്നവരോട് പറയുന്നത്? അങ്ങനെ തന്നെയാണോ? മിക്ക ആശുപത്രികളും ഇപ്പോൾ ആ രീതിയിലുള്ളൊരു നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇവർ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. കാരണം ഈ കുടിശ്ശിക തുക 1128 കോടിയിലധികം കുടിശ്ശിക തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെയും ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിന്മേലൊരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ നമുക്കിപ്പോൾ ഈ കാരുണ്യ പദ്ധതിയുടെ ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല. കാരണം സ്വകാര്യ ആശുപത്രികൾ
എത്തുന്നവർക്ക് അതിന്റെ പൂർണ്ണമായും മുഴുവൻ തുകയും അവർക്ക് അടച്ച് ചികിത്സ നേടേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഇനി ആർക്കും ഇത്തരത്തിൽ ഈ ഒരു ചികിത്സാ ആനുകൂല്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രികൾ അറിയിച്ചിരിക്കുന്നത്. പലതവണ സർക്കാരിന് ഇത്തരത്തിൽ കത്ത് നൽകിയിരുന്നു, എംപാനൽ ചെയ്തവർ പിന്മാറുകയാണ് എന്നുള്ളത്. പക്ഷേ ചർച്ച നടത്താൻ ഒന്നും തന്നെ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ ഒരു അലംഭാവം ഈ വിഷയത്തിൽ തുടരുകയാണ്. പക്ഷേ ഇത് ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു പദ്ധതിയാണ് കാരുണ്യ സുരക്ഷാ പദ്ധതി എന്നുള്ളത്. അതും നമുക്ക് തുടരെ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. കാരുണ്യ ലഭ്യമായില്ലെന്ന് രശ്മി, ഈ സ്വകാര്യ ആശുപത്രികൾ മാത്രമല്ല, നമുക്കറിയാം ഈ സർക്കാർ ആശുപത്രികളിലും രശ്മി പറഞ്ഞ പദ്ധതി ഇനത്തിൽ ഈ കുടിശ്ശിക കോടികൾ തന്നെയാണ്. കാരണം ഈ ഏജൻസികളുണ്ടല്ലോ ഇതൊക്കെ ലഭ്യമാക്കുന്ന ഈ സർക്കാർ ആശുപത്രികളാണെങ്കിൽ സ്റ്റെൻറ്റ് ആണെങ്കിലും ആവശ്യത്തിനുള്ള മരുന്നുകളാണെങ്കിലും ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സ്റ്റെൻറ്റ്, ഇംപ്ലാന്റുകൾ ഒക്കെ തന്നെയും അപകടത്തിൽ പരിക്കേൽക്കുന്നവർക്കൊക്കെ വെക്കേണ്ട ഇംപ്ലാന്റുകളൊക്കെ. പക്ഷേ അതിലും ഏജൻസികൾക്ക് ഇങ്ങനെ കോടികൾ കുടിശ്ശിക ആയതോടെ അവരും ആ സേവനമൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് എത്രയോ കാലങ്ങളായി ഈ ഒരു പ്രശ്നം ആരംഭിച്ചിട്ട് സർക്കാരിൻ്റെ അലംഭാവം മൂലം സർക്കാരിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണോ? കാരണം കുടിശ്ശിക എന്ന് തീർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരവും അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏജൻസികൾക്ക് ഉൾപ്പെടെ, സ്വകാര്യ ആശുപത്രികൾക്കൊക്കെ ഉൾപ്പെടെ. വ്യക്തമായൊരു ഉത്തരം നൽകുന്നില്ലെന്ന് മാത്രമല്ല, ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ കത്ത് നൽകിയിട്ടും അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ഇതിന്റെ ഇതിനൊരു കാരണം എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണം പോലും നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ